ഇനി പ്രവാസ ലോകത്തെ വാർത്തകൾ. ഇന്ത്യ റഷ്യ ബന്ധം കൂടുതൽ ഊഷ്മളമാകുന്നു. സുഖോയ് Su-57 വിമാനങ്ങൾ ഇന്ത്യയിൽ നിർമ്മിക്കാൻ സാധ്യത. ഇന്ത്യക്കും റഷ്യയ്ക്കും ഒരുപോലെ നിർണായകമാണ് ഈ നീക്കം. റഷ്യയുടെ അത്യാധുനിക ഫൈറ്റർ ജെറ്റായ സുഖോയ് Su-57 ഇന്ത്യയിൽ നിർമ്മിക്കാൻ സാധ്യത. റഷ്യയുടെ നിക്ഷേപ പദ്ധതിക്ക് അംഗീകാരം ലഭിച്ചാൽ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് Su-57 വിമാനങ്ങളുടെ നിർമ്മാണ കേന്ദ്രമായി മാറിയേക്കും. റഷ്യൻ പ്രതിരോധ മേഖലയിലെ ഉന്നത ഉദ്യോഗസ്ഥരാണ് ഇത് സംബന്ധിച്ച് സൂചന നൽകിയത്. ഈ നീക്കം ഇന്ത്യക്കും റഷ്യയ്ക്കും ഒരുപോലെ നിർണായകമാണ്. ഇന്ത്യൻ വ്യോമസേനയ്ക്ക് പുതിയ യുദ്ധവിമാനങ്ങൾ അനിവാര്യമാണ്. റഷ്യയുടെ Su-57ഉം അമേരിക്കയുടെ F-35ഉമാണ് പ്രധാന പരിഗണനയിലുള്ളത്. റഷ്യൻ നിർമ്മിത Su-30 യുദ്ധവിമാനങ്ങൾ നിലവിൽ നാസിക്കിലെ HAL പ്ലാന്റിൽ നിർമ്മിക്കുന്നുണ്ട്. അതിനാൽ Su-57ന്റെ നിർമ്മാണത്തിനും HALലെ പരിഗണിക്കുന്നത് ചെലവ് കുറയ്ക്കാനും ഉൽപ്പാദനം വേഗത്തിലാക്കാനും സഹായിക്കും. ചൈനയിൽ നടന്ന SCO ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും തമ്മിലുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് ഈ വാർത്ത പുറത്തുവന്നത്. നിലവിൽ റഷ്യൻ നിർമ്മിത ഉപകരണങ്ങൾ നിർമ്മിക്കുന്ന മറ്റ് ഇന്ത്യൻ സൗകര്യങ്ങളും ഈ യുദ്ധവിമാന പദ്ധതിക്കായി ഉപയോഗിച്ചേക്കാം. ഇന്ത്യ പ്രാദേശികമായി വിമാനം നിർമ്മിക്കാൻ തീരുമാനിച്ചാൽ ചെലവ് കുറയ്ക്കാനും ഉൽപ്പാദനം വേഗത്തിലാക്കാനും ഇത് സഹായിക്കും. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. റിയാദിൽ അപ്പാർട്ട്മെന്റ് വാടക കുറയുന്നു. സൗദി ഭരണകൂടത്തിന്റെ പ്രത്യേക പദ്ധതികൾക്ക് പിന്നാലെയാണ് നിരക്കിടിവ്. മലയാളികൾ ഉൾപ്പെടെയുള്ള പ്രവാസികൾക്ക് ഇത് വലിയ ആശ്വാസമാണ്. റിയാദിൽ വില്ല അപ്പാർട്ട്മെന്റ് വാടകകൾ കുത്തനെ ഉയരുന്നത് കുറഞ്ഞു. സൗദി റിയൽ എസ്റ്റേറ്റ് സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ കണക്ക് പ്രകാരം ശരാശരി 40% വരെയാണ് ഇടിവ്. സൗദി ഭരണകൂടത്തിന്റെ പ്രത്യേക പദ്ധതികൾക്ക് പിന്നാലെയാണ് നിരക്കിടിവ്. വൻകിട കമ്പനികളുടെ വരവും ജോലി തേടി കൂടുതൽ പേർ അയൽ രാജ്യങ്ങളിൽ നിന്ന് ചേക്കേറുന്നതും ചെയ്തതോടെയാണ് റിയാലിൽ വാടക നിരക്ക് കൂടാൻ തുടങ്ങിയത്. എന്നാൽ ഇത് മലയാളികൾ ഉൾപ്പെടെയുള്ള പ്രവാസികൾക്ക് വലിയ ആഘാതമായി മാറി. സൗദി കിരീടാവാസിയുടെ നിർദ്ദേശപ്രകാരം ഒഴിഞ്ഞുകിടക്കുന്ന റിയാദിലെ ഭൂപ്രദേശത്തിന് വൻ നികുതി ചുമത്താനും തുടങ്ങി. ഇതോടെ ഭൂമിയിൽ കെട്ടിടം പണിയാൻ ഉടമസ്ഥർ നിർബന്ധിതരാകും. ഇതും വാടക വർധന തടയാൻ സഹായിക്കുമെന്നാണ് ഭരണകൂട പ്രതീക്ഷ. മലയാളി പ്രവാസികൾ താമസിച്ചിരുന്ന പ്രതിവർഷം 12,000 റിയാൽ എന്ന കുറഞ്ഞ നിരക്കിൽ കെട്ടിടങ്ങൾക്ക് 5,000 റിയാൽ വരെ വർദ്ധിച്ചു. ഇടത്തരം കെട്ടിടങ്ങൾക്ക് നിരക്ക് 15-ൽ നിന്നും 22-ന് അടുത്തെത്തി. ഇതിനു മുകളിലേക്കുള്ള നിരക്കിലുള്ള കെട്ടിടങ്ങൾക്കും നിരക്ക് കുത്തനെ വർദ്ധിപ്പിച്ചു. ഈ വർധനവിലാണ് ഇപ്പോൾ താൽക്കാലിക ആശ്വാസം. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ആഗോള ലോജിസ്റ്റിക്സ് മേഖലയിൽ $2.5 ബില്യൺ നിക്ഷേപത്തിന് തയ്യാറെടുത്ത ലോജിസ്റ്റിക്സ് കമ്പനി DP World ചരക്ക് ഗതാഗത സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന്റെ ഭാഗമായാണ് നടപടി. ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ 5,000 പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടും. 2,000 പുതിയ നിർമ്മാണ ജോലികൾ ഇന്ത്യയിൽ ആയിരിക്കും.